ഊർമി. എന്താ വിളിച്ചേ? ഊർമിന്ന്. ഉറുമിയോ? അത് അങ്കച്ചേകന്മാരുടെ കയ്യിലല്ലേ? അതെ, ഉറുമി തന്നെ. കഴുത്ത ചുറ്റിയാ പിന്നെ തലയും കൊണ്ടേ പോകും. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അയ്യോ, ദേഷ്യപ്പെടുമ്പോ ഊർമിയുടെ മോഹം കാണാൻ എന്ത് രസമാണ്. ഇയാളൊന്ന് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വിളിച്ചു കൂവും. കൂവിക്കോ, ആ കൂവലെന്ന് കേൾക്കാമല്ലോ. ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. അതെ, ഇത്തിരി ശല്യപ്പെടുത്താൻ തന്നെ വന്നിരിക്കുന്നത്. കണ്ണുപിടിക്കണ്ട, ഞാൻ എന്റെ കഥാപാത്രത്തെ ഒന്ന് അടുത്തറിയാൻ വേണ്ടി വന്നതാ. കഥാപാത്രമോ? അതെ, വലിയ നോവൽ വായനക്കാരിയാണെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ സീരിയലിൽ ഊർമിയാണ് നായിക. നോവൽ വായനക്കാരിയായ ഊർമിള. ആ നായികയെ ജനൽക്കമ്പുകൾക്കിടയിലൂടെ ഞാൻ കാണാറുണ്ട്. പക്ഷെ ആ മനസ്സ് പിടികിട്ടത്തില്ല. പ്ലീസ്, ആ മനസ്സൊന്ന് തുറന്ന് കാണിക്കൂ. അയ്യോ, എനിക്കൊരു നല്ല മനസ്സുണ്ട്, ഞാൻ തുറന്നു കാണിക്കത്താ. അയ്യോ, അയ്യോ, നന്നായിരിക്കുന്നു. സമയം കുറെ ആയാലും ഞാൻ ഹലോ. അതെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? നല്ല ഉദ്ദേശം തന്നെ. ഞാൻ ഡാഡിയോട് പറയട്ടെ? അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? സമയമാകുമ്പോ ഞാൻ തന്നെ ഒന്ന് ഡാഡിയോട് പറഞ്ഞോളാം. ഒരിക്കൽ ലവ് ലെറ്റർ തന്നെ കിട്ടിയത് പോരല്ലേ? പോരാ, ജീവിതത്തിൽ ഞാൻ ഒരാൾക്ക് ലവ് ലെറ്റർ കൊടുത്തിട്ടുള്ളൂ. ദീപയ്ക്ക് മാത്രം. You bloody... Yes, I am your bloody blind lover. എന്താ ഇത്? തുറന്നു കാണിക്കാൻ പറഞ്ഞിരുന്നില്ലേ? എന്റെ മനസ്സാണ്. എന്റെ മാതാവേ, എന്റെ ചങ്കിപ്പ കലങ്ങിയനല്ലോ. എന്തുവായത്? കഥ കൊടുക്കാൻ പോയത്. അതിനെന്താ നീ കഴിച്ചേനല്ലോ? അത്ര ശരിയല്ലല്ലോ. എന്തുവാ എന്ന് പിടിച്ചേ? എന്താണ് അവർക്ക് അസുഖം? നടക്കുന്നുണ്ട് പോട്ടെ. അതെ, നിങ്ങൾ എന്തിനാ അയാളുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോയേ? എന്തിനാന്ന് അറിഞ്ഞൂടെ? എന്നെ ആരെങ്കിലും തോണ്ടിയ നിങ്ങൾക്ക് എന്താ? ഞാൻ നിങ്ങളുടെ ശത്രു അല്ലേ? ശത്രു ആയാലും മിത്രമായാലും പെണ്ണുങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കുന്ന കണ്ടാൽ എനിക്ക് സഹിക്കില്ല. അതെന്താ പെണ്ണുങ്ങളോട് ഇത്ര താല്പര്യം? താല്പര്യോ? എന്റെ അമ്മയെ വെട്ടി നുറുക്കി കൊല്ലണത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാ. ആരാ വെട്ടിയത്? എന്റെ അച്ഛൻ. ചോരയിൽ കിടന്ന് പിടച്ചു പിടച്ച അമ്മ മരിച്ചത്. എന്നെയും കൊന്നേനെ. ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ അവിടെ നിന്നില്ല, ഓടിപ്പോന്നു. എന്തിനാ കൊന്നേ? അറിഞ്ഞൂടാ. ഇതൊന്നും ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, കൊച്ചമ്മയോട് പോലും. പിന്നെന്തിനാ ഇപ്പൊ എന്നോട് പറഞ്ഞ? അറിയില്ല, വേണ്ടായിരുന്നു അല്ലേ? സാരമില്ല, മനസ്സിലുള്ള മറ്റൊരാളോട് പറയാൻ ഒരാളുണ്ടാവുന്നത് ആശ്വാസം. അശ്വതി, ഇവിടെ ആരുമില്ലേ? എന്താ അച്ഛാ? എവിടെയാണ് നിന്റെ കെട്ടിയോണ്ട് വന്ന? ആരാ മോളെ? ആ, അളിയനോ? അല്ല, പുളിയെ. ആളാകെ ചൂടിലാണല്ലോ. അളിയൻ ഇങ്ങോട്ട് ഇരിക്കേ. ഞാൻ ഇരിക്കാൻ വന്നല്ലോ. എടി, മക്കളെ ഉണ്ടാക്കി വിട്ടാ പോരാ, നേരെ ചൊവ്വേ വളർത്താനും പഠിക്കണമെന്ന് നിന്റെ ഭർത്താവിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അളിയൻ ആദ്യം സമാധാനമായിട്ടൊന്ന് ഇരിക്കേ. ഞാൻ ഇരിക്കാൻ വന്നല്ലോ, എന്റെ മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാ. മോളെ, നിന്റെ അമ്മായിക്ക് ഇളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. സ്വന്തം ഭർത്താവിനെ നിനക്കും നിയന്ത്രിച്ചു നിർത്താൻ പറ്റില്ല എന്ന് വെച്ചാൽ എങ്ങനെയാ? ഭാരതി, നിന്റെ ചേട്ടനോടൊന്ന് ഇരിക്കാൻ പറ ആദ്യം. താൻ എന്നെ എങ്ങനെ ഇരുത്തണ്ടോ? ഇരുന്നിടത്തോളം മതിയായി എനിക്ക്. അളിയൻ എന്താ പറയണേ? സ്വന്തത്തിലുള്ള ബന്ധുത്വം വേണ്ടെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. ഇപ്പൊ എന്തായി? എന്താണെന്ന് വെച്ചാ തെളിച്ച് പറയണ്ട അളിയാ. പറയാൻ വിഷമമുണ്ട്. കണ്ണിക്കണ്ട നാടകക്കാരികളെയും കൂട്ടി സ്വന്തം മകളുടെ ഭർത്താവ് ചുറ്റടിക്കണമെന്ന് പറഞ്ഞാൽ ഏതച്ഛനാ സഹിക്കാൻ പറ്റുക? അതൊക്കെ അസൂയക്കാർ വെറുതെ പറയുന്ന അളിയാ. അവനൊരു നല്ല റൂട്ടിൽ കയറിയത് അവർക്ക് പിടിക്കുന്നില്ല. കേറിക്കോട്ടെ, ഇഷ്ടമുള്ള റൂട്ടിൽ കയറിക്കോട്ടെ. പക്ഷേ എന്റെ മകളെ നടു റോട്ടിലിട്ട് വട്ടം ചിരിക്കാൻ പറ്റില്ല. ഒരെണ്ണത്തിന് ജീവിതം തൊലച്ചു, ഇനി ഒരെണ്ണത്തെയും കൂടി തൊലക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരുടെ ജീവിതം തൊലച്ച്? അതിപ്പോ ഞാൻ പ്രത്യേകം പറയണോ?
എന്റെ ഉടപ്പിറന്നോള് ഇതുവരെ തന്നെ കൊണ്ടൊരു മനസ്സമാധാനം കിട്ടിയിട്ടുണ്ടോ ഇവൾക്ക്? തന്തയാന്നും പറഞ്ഞ് നടന്നാ പോരാ, മക്കളെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്താൻ പഠിക്കണം. ആ അതെ, ഷർട്ടിങ് എടുത്തേ. പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിക്കുന്നു, അതാണല്ലോ ജീവിതം. കറക്റ്റ്. പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിക്കുന്നു. അസ്ഥിയിൽ അള്ളിപ്പിടിക്കുന്ന മഞ്ഞിന്റെ താഴ്വരകളിൽ ശത്രുവിന് നേരെ നിറനോക്ക് ചൂണ്ടി നിൽക്കുമ്പോഴും ഏത് നിമിഷവും വിരിമാറിലേക്ക് തുളഞ്ഞു കയറിയേക്കാവുന്ന വെടിയുണ്ട കാത്തു കിടക്കുമ്പോഴും എന്റെ മനസ്സിലൊരു സ്വപ്നമുണ്ടായിരുന്നു. എന്റെ പെങ്ങൾ, സ്നേഹനിധിയായ അവളുടെ ഭർത്താവ്. പക്ഷേ ഡെറാഡൂണിൽ നിന്നും ഞാൻ ഇവിടെ എത്തിയപ്പോൾ കണ്ടത് ഒരു പളുങ്ക് പാത്രം പോലെ തകർന്നു കിടക്കുന്ന അവളുടെ ജീവിതമാണ്. രാജകുമാരിയെ പോലെ അവളെ വാഴിക്കുമെന്ന് കരുതിയ നിങ്ങൾ ഏതോ ചട്ടക്കാരിയുടെ ചട്ടക്കൂട്ടിൽ വട്ടമിട്ട് പറക്കുന്ന ഈയാമ്പാറ്റിയായി മാറിയിരിക്കുന്ന വാർത്തയാണ്. ഭാർഗവൻ, വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗിക്കണം. സ്വന്തം ബന്ധങ്ങളുടെ പേരിൽ ജീവിതകാലം മുഴുവൻ ഒരു പട്ടിക്കാട്ട് പെണ്ണിനെ ഭാര്യയായി ചുവന്ന് എന്റെ ജീവിതം സ്പോയിലാക്കാൻ ഞാൻ തയ്യാറല്ല. തയ്യാറല്ലെങ്കിൽ പിന്നെ എന്തിനാടാ പട്ടി കഴിവണം മോനെ നീ അവർക്കൊരു കൊച്ചിനെ കൊടുത്തത്? കണ്ണി കണ്ട അലവലാദികൾക്ക് വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ വീട്ടിലിട്ട് കണ്ണീര് കുടിപ്പിച്ചാണല്ലോ കൊന്നുകളെ ഞാൻ പറഞ്ഞ മനസ്സിലായി. അരമണിക്കൂർ ഞാൻ വീട്ടിൽ വന്നോണം, അല്ലെങ്കിൽ നീ വിവരം അറിയും. അവന്റെ ഒരു നാടകവും സിനിമയും റാസ്കൽ. അവനിപ്പോ വരും. അച്ഛനെന്നുള്ള നിലയിൽ ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. വന്നു കഴിഞ്ഞാ അളിയന് ഇഷ്ടമുള്ളിടത്തേക്ക് അവനെ കൊണ്ടുപോയിക്കോ. ഇനി ഇവിടെ നിന്ന് ചീത്തയായി എന്നുള്ള പേര് ദോഷം വേണ്ട. താമല്ല അതിക്രമം കാണിച്ചോ? അതൊന്നും ആരും അറിയണ്ട. അവൻ വരുന്ന ഉറപ്പാണോ? മാധവൻ നായർക്ക് ഒരു നാക്കേ ഉള്ളൂ, ഒരു വാക്കും. മാധവൻ ഇരിക്കാറായിട്ടില്ല അളിയ. നീ ഒരു കാര്യം കൂടെ പരിഹരിക്കാനുണ്ട്. അളിയന് എന്നോട് വിഷമമൊന്നും തോന്നരുത്. തിരിച്ചു പോകുമ്പോഴേ പെങ്ങളെ കൂടെ കൊണ്ടുപോയിക്കോ. എന്തായി പറയണേ? മലയാളം എന്റെ കൂടെ പൊറുക്കാൻ തുടങ്ങിയതിന് ശേഷം പെങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, ആ പരാതി ഇന്നങ്ങ് തീർക്കാൻ പോവാ. ഇരിക്കാറായിട്ടില്ലെന്നേ. മനസ്സമാധാനം ഇല്ലാത്ത ജീവിതം മുമ്പോട്ട് തുടരരുത്. ഇയാള് സമ്മതിച്ച വിവാഹമോചനത്തിന് വരെ ഞാൻ ഒരുക്കുക. മാധവ, അളിയൻ ചൂടാവണ്ട. അവിടെ പറയട്ടെ, എന്ത് പറയുന്നു? സമ്മതം. താൻ എന്തായി പറഞ്ഞേ? പച്ച മലയാളം. വിവാഹമോചനം നടത്താൻ എനിക്ക് സമ്മതമാണെന്ന്. ശരി, ഇത്രയും വലിയൊരു തുറുപ്പൂല നിന്റെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല.